നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ 11,000-ലധികം ഒഴിവുകൾ വരുന്നു. അതുകൊണ്ട് റെയിൽവേ ജോലി താല്പര്യമുണ്ടെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാം. കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് ഇത്. കാരണം ഇന്ത്യൻ റെയിൽവേയാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. രാജ്യത്തുടനീളമുള്ള വിവിധ സോണുകളിലായി 11,127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് ഉടൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഇതിൽ ദക്ഷിണ റെയിൽവേയിൽ മാത്രം 674 ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഴിവുകളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്. തസ്തിക അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ആകെ ഒഴിവുകൾ 11,127. വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി അവസാനത്തോടെയാണ്. യോഗ്യതാ മാനദണ്ഡങ്ങൾ: ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന യോഗ്യതകൾ നേടിയിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവും ലഭിക്കും. തെരഞ്ഞെടുക്കുന്ന രീതി 4 ഘട്ടങ്ങളിലായാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഉണ്ടായിരിക്കും. ഘട്ടം 1. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഘട്ടം 2. കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിരുചി പരീക്ഷ CBAT. പിന്നീട് രേഖാ പരിശോധനയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം, അടുത്ത ആഴ്ചയാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്, അതിനുശേഷം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. പൂർണ്ണമായ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ അപേക്ഷാ ഫീസ്, പരീക്ഷാ തീയതി തുടങ്ങിയ വിവരങ്ങൾ എല്ലാം വ്യക്തമാകും. റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അതിനായി ഉള്ള പരിശ്രമങ്ങൾ ആരംഭിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് indianrailways.gov.in ആണ് സന്ദർശിക്കേണ്ടത്. അപ്പോൾ റെയിൽവേ ജോലി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു ജോലി തന്നെയാണ്. കാരണം വളരെയധികം ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലിയാണ് റെയിൽവേയിലുള്ള ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങൂ. അടുത്ത ആഴ്ച വിജ്ഞാപനം വരും. നിങ്ങൾ എന്തായാലും റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് indianrailways.gov.in കാണുക. അതിൽ എപ്പോഴാണോ വിജ്ഞാപനം വരുന്നത് അപ്പോൾ തന്നെ അപേക്ഷിക്കാൻ നോക്കുക. ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കരുത്. കാരണം അവസാന നിമിഷമാകുമ്പോൾ സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരവസരം നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് എത്രയും വേഗം തന്നെ വിജ്ഞാപനം വന്ന ഉടനെ തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.